യേശുവെ, അടിയൻ്റെ വാക്കുകൾ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ പറഞ്ഞ 4-ാമത്തെ മൊഴിയെക്കുറിച്ചാണ് അല്പം ചിന്തിക്കുന്നത്. ഈ മൊഴി എൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റിസ്റ്റോറേഷൻ ഇൻ സോളിറ്റ്യൂഡ്. അല്പനേരത്തേക്ക് കൈവിട്ടുകൊണ്ടുള്ള ഒരു യഥാസ്ഥാനപ്പെടുത്തലാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാനുള്ളത്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ യഹൂദ ഗോത്രത്തിൻ്റെ ഗർജിക്കുന്ന സിംഹമായ യേശുനാഥൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഏലോഹി ഏലോഹി ലംബാ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഒരുപാട് ചിന്തകൾ അവിടെ ഇതിനെക്കുറിച്ചുണ്ട്. തോമസ് സാമുവൽ തിരുമേനിയുടെയൊക്കെ കോരിത്തിരിക്കുന്ന പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, എഴുതിയെടുത്തിട്ടുമുണ്ട്. ആ വാക്കിൻ്റെ ചടുലതയും ഒക്കെ എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയും ഞാൻ സഞ്ചരിച്ചപ്പോഴും ഞാനും ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? യെശയ്യാ 54-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം ദൈവം എൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുവെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ദേവാലയത്തിൽ കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്. യെശയ്യാ 54:7 ഇങ്ങനെ പറയുന്നു, ഞാൻ അല്പനേരത്തേക്ക് നിന്നെ ഉപേക്ഷിച്ചു, എന്നാൽ മഹാകരുണയോടെ നിന്നെ ചേർത്തുകൊള്ളും. അല്പനേരത്തേക്ക് എന്നെയും നിങ്ങളെയും ഉപേക്ഷിക്കുന്നത് ദൈവത്തിനെപ്പോഴും നമ്മെ ചേർത്ത് പിടിക്കുവാനാണ് എന്ന് നാം ഓർക്കണം. ക്രൂശിലെ ഈ 4-ാമത്തെ മൊഴി കൂരിരുട്ടിൻ്റെ നടുവിലാണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 6-ാം മണി മുതൽ 9-ാം മണി വരെ ദേശത്ത് വലിയ കൂരിരുട്ടുണ്ടായി എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ 12 മണി മുതൽ 3 മണി വരെയുള്ള സമയമാണെന്നാണ് വേദപുസ്തക പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത്. പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ കർത്താവിനെ ക്രൂശിക്കുന്നത് കാണുവാൻ പ്രകൃതിക്ക് പോലും കഴിയാതെ വന്നു. പ്രകൃതി മുഖം മറച്ചു, ഈ ഭൂമി അന്ധകാരം കൊണ്ട് നിറഞ്ഞു. ഈ അന്ധകാരത്തിന് നടുവിൽ യേശുനാഥൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഈ ലോകത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തപ്പോൾ അല്പനേരം യേശുവിനെ കൈവിട്ടു എന്ന് തന്നെ വിശ്വസിക്കുവാനാണ് എനിക്ക് താല്പര്യമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അല്പനേരം കൈവിട്ടെങ്കിൽ മാത്രമേ എന്നെയും നിങ്ങളെയും ആ ബലമേറിയ കൈകളിൽ ഒതുക്കുവാൻ കഴിയുള്ളൂ. ആ ബലമേറിയ കരങ്ങളെക്കുറിച്ച് യെശയ്യാ 40:12 പറയുന്നു, തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളമളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിമാണമെടുക്കുകയും ഭൂമിയിലെ പൊടി നാരിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിലും തൊക്കുന്ന സർവശക്തനും സർവ്വവ്യാപിയും സർവ്വജ്ഞാനിയുമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെ നിങ്ങളെ വഹിക്കുവാൻ തൻ്റെ പുത്രനാം ദൈവത്തെ അല്പസമയം കൈവിട്ടു. യെശയ്യാ 53:10 ഇങ്ങനെ പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ പറയട്ടെ, പ്രപഞ്ചം മുഴുവൻ കൂരിട്ടായി. ഗോൽഗോഥാ മലയിൽ പരസ്പരം മനുഷ്യർക്ക് കാണുവാൻ വയ്യാതെ വന്നു. എന്നാൽ ഈ നിലവിളിയുടെ നടുവിൽ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തേ എന്ന് പുത്രനാം ദൈവം നിലവിളിച്ചപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ആ കൂരിരുട്ടിൻ്റെ നടുവിൽ പിതാവാം ദൈവം ഇറങ്ങി വന്നു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. പിതാവാം ദൈവത്തിന് അങ്ങനെ ഇരിക്കുവാൻ കഴിയില്ല. എന്നാൽ പിതാവാം ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും ഗോൽഗോഥാ മലയിൽ വീണ്ടും സമ്മേളിച്ചു. ആ കൂടിക്കാഴ്ച ലോകം കാണരുത്, പ്രപഞ്ച സൃഷ്ടികളും കാണാതിരിപ്പാൻ ഈ പ്രപഞ്ചത്തിൽ വലിയ കൂരിരുട്ടുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പിതാവാം ദൈവം തൻ്റെ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കാണും, മകനെ ഞാൻ അല്പനേരത്തേക്ക് മാത്രം നിന്നെ ഉപേക്ഷിച്ചു. ഈ ലോകത്തിൻ്റെ ജനത വഹിച്ച പാപങ്ങൾ, ആദാമ്യ പാപങ്ങളിൽ നിന്നും ഈ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി
നീ അവരുടെ പാപങ്ങളെ ഏറ്റെടുക്കുന്ന ഈ ചെറിയ നിമിഷം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എന്നാൽ ഞാൻ നിന്നെ ഇപ്പോൾ ചേർത്തുകൊള്ളുന്നു. അല്പനേരം ഉപേക്ഷിച്ചതിന് ശേഷം ചേർത്ത് പിടിക്കുന്നൊരു ചേർത്ത് പിടിക്കലുണ്ടല്ലോ, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ മാധുര്യം, അതിൻ്റെ അനുഭൂതി വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ വളരെ പ്രയാസമാണ്. ഞാൻ തിരുവല്ല മർത്തമ കോളേജിൽ 32 വർഷം പഠിപ്പിച്ചതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കോളേജിൽ പെർമനൻറ്റ് പോസ്റ്റ് തന്നെയായിരുന്നു. ആലുവ UC കോളേജിൽ ഞാൻ 1 കൊല്ലം പഠിപ്പിച്ചു. കേവലം 22 വയസ്സുള്ളപ്പോൾ എൻ്റെ അക്കാഡമിക് ബ്രില്യൻസ് കൊണ്ട് UC കോളേജിൻ്റെ പടിവാതിൽ ചവിട്ടുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചപ്പോൾ ഞാൻ അല്പം അഹങ്കരിച്ചു പോയി എന്ന് പറയുന്നത് തന്നെയാണ് വാസ്തവം. സമയം വളരെ ചുരുക്കമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയട്ടെ. ഞാൻ MA ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ശരീരം ആസകലം വിറയ്ക്കുവാൻ തുടങ്ങി. ആ വിറയലെന്ന് പറഞ്ഞാൽ എനിക്ക് വിവരിക്കുവാൻ സമയമെടുക്കും. കൈകാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി. എൻ്റെ തലയെ എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ ശരീരഭാഗങ്ങൾ ഒന്നും തന്നെ എനിക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. എന്തിന് ഞാൻ ഇന്നും ഓർക്കുന്നു, ഹാരോ ഡോമർ മോഡൽ എന്ന് പറയുന്നൊരു മോഡൽ MA ക്ലാസ്സിലെ പിള്ളേരെ പഠിപ്പിക്കുവാൻ, അതിൻ്റെ ഇക്വേഷൻസ് എഴുതുവാൻ എൻ്റെ കൈകൾ ചലിക്കുന്നില്ല. എനിക്ക് ആ ഇക്വേഷൻ എഴുതുവാൻ കഴിയുന്നില്ല. ഞാൻ ചോക്ക് താഴെയിട്ടു. സ്കിന്നർ ഹോസ്റ്റലിൽ പോയി. ഞാൻ വേഗത്തിൽ പറയട്ടെ, എൻ്റെ ഭവനത്തിൽ വന്നു. അവിടെയും ഞാൻ മുറിയിൽ കതകടച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, നിനക്കെന്ത് സംഭവിച്ചു എന്ന്. എൻ്റെ വിറയ്ക്കുന്ന കൈകാലുകൾ കണ്ടപ്പോൾ അമ്മയെ കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി വന്നില്ല. ഞാനൊരു ഡോക്ടറെ ചെന്ന് കണ്ടു. ആ ഡോക്ടർ എനിക്കൊരു സർജറി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു സർജറിയിലൂടെ കടന്നു പോകുവാനുള്ള സാമ്പത്തിക ശേഷി എനിക്കോ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, ഇത് സ്വാഭാവികമായി മാറിക്കൊള്ളുമെന്ന് അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ UC കോളേജിലേക്ക് മടങ്ങിപ്പോയി. എന്തിന് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ലീവ് പോലും കൊടുക്കാതെ, ക്യാഷ് ലീവ് പോലും കൊടുക്കാതെ ഞാൻ വെറും ജൂനിയറായി ഞാൻ കോളേജിൽ നിന്നും ഇറങ്ങിപ്പോയതും കോളേജ് തിരിച്ചു കയറിയതും അവരാരും അറിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനെ പോലും ഞാൻ അറിയിച്ചില്ല. പക്ഷേ രാത്രിയിൽ 8 മണിയായപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മാനേജ്മെൻറ്റ് എനിക്ക് തന്ന സ്കിന്നർ ഹോസ്റ്റലിൻ്റെ മുറിയിൽ ഞാൻ കയറി കതകടച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചതേ ചോദ്യം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ നിലവിളിയുടെ ശബ്ദമായിരുന്നു അത്. ലോകത്തിൻ്റെ നിന്നാപാത്രത്തിന് വേണ്ടി എന്നെ വലിച്ചെറിയരുതേ എന്ന് എൻ്റെ നിലവിളിയുടെ ശബ്ദം, എൻ്റെ ഗെത്സമനയുടെ പ്രാർത്ഥനാനുഭവം 7 മണിക്കൂർ നീണ്ടുവെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഏകദേശം 9 മണി മുതൽ 3 മണി വരെ സ്കിന്നർ ഹോസ്റ്റലിൽ ഞാൻ മുട്ടുകുത്തിയപ്പോൾ അന്ന് രാത്രിയിൽ ഞാനൊന്നും കഴിച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ ഒന്നും തന്നെ ഞാൻ കഴിച്ചിട്ടില്ല. വിശക്കുന്ന വയറുമായി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? 22 വയസ്സുള്ള ഈ ചെറുപ്പക്കാരനെ ലോകത്തിൻ്റെ നിന്നാപാത്രത്തിന് വലിച്ചെറിയരുതേ എന്ന എൻ്റെ നിലവിളിയുടെ ശബ്ദം അവൻ കേട്ടു. കഠിനമായ മാനസിക ശാരീരിക സംഘർഷങ്ങളിൽ ഞാനൊന്ന് നിലവിളിക്കുമ്പോൾ ഞാനൊരു ആത്മീയ മനുഷ്യനായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ആത്മീയതയിലൊന്നും ഞാൻ പിച്ച വെച്ചിട്ട് പോലുമില്ല എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പക്ഷേ ഞാൻ കേട്ടറിഞ്ഞ, എൻ്റെ കുടുംബത്തിലൂടെ ഞാൻ അറിഞ്ഞ യേശുവിനെ ഞാൻ നിലവിളിച്ചു എന്നുള്ളത് ഒരു വാസ്തവമാണ്. വെളുപ്പിനെ 3 മണിയായപ്പോൾ എൻ്റെ ശരീരത്തിന് താങ്ങാനാവാത്ത ഒരു ഇലക്ട്രിക് ഷോക്ക് എൻ്റെ ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുകയുണ്ടായി. ആ ഷോക്ക് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയാണ്. പക്ഷേ അപ്പോൾ ഞാൻ ബോധം കെട്ടുപോയി. ഞാൻ വെളുപ്പിനെ 6:30 മണിയായപ്പോൾ സ്കിന്നർ ഹോസ്റ്റലിൻ്റെ തൂക്കാത്ത തറയിൽ നിന്നും ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ശരീരത്തിൽ ബാധിച്ച ആ വിറയൽ രോഗം എന്നേക്കുമായി എന്നെ വിട്ടുമാറി എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഈ കറുത്ത വേദപുസ്തകം പിടിക്കുവാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് അതുതന്നെയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളിൽ ദൈവം കൈവിട്ടു എന്ന് തോന്നുമ്പോൾ മാനുഷികമായി നിങ്ങളും ചോദിക്കണം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ മറുപടി
പറയാതെ അകന്നു നിൽക്കുവാൻ എൻ്റെ യേശുനാഥന് ഒരിക്കലും കഴിയുകയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരട്ടെ. 42-ാം സങ്കീർത്തനം കോരഹപുത്രന്മാർ എഴുതിയത് വളരെ വേദനയുടെ നടുവിലാണ് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സംഖ്യാപുസ്തകം 16:30 കോരഹിൻ്റെയും പിതാവിനെയും ബന്ധുമിത്രാദികളെയും ഭൂമി വാപിളർന്ന് വിഴുങ്ങിക്കളഞ്ഞ സന്ദർഭത്തിന് ശേഷം കോരഹപുത്രന്മാർ 42-ാം സങ്കീർത്തനം എഴുതി. ആ സങ്കീർത്തനಕ್ಕೆ നിങ്ങൾ ഇവിടെ രാഘവത്തോടാണ് വായിച്ചിരിക്കുന്നത്. എന്തുമാത്രം വേദനയുടെ ഹൃദയഭേദമായ അനുഭവങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് കോരഹപുത്രന്മാർ എഴുതിയത് എന്ന് നിങ്ങൾ ഓർക്കണം. അതിൻ്റെ 5ഉം 11ഉം 2 പ്രാവശ്യം അവർ പറയുകയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ 42-ന്റെ 5ഉം 11ഉം വാക്യങ്ങളിൽ അവർ ചോദിക്കുന്നു, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? അവർ അതിന് മറുപടിയൊക്കെ അവിടെ പറയുന്നുണ്ട്. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, വെളുപ്പിന് 6:30 മണിക്ക് ഞാൻ എഴുന്നേറ്റപ്പോൾ എൻ്റെ ശരീരത്തിന് ബാധിച്ച വിരൽ രോഗം എന്നേക്കുമായി അപ്രത്യക്ഷമായപ്പോൾ എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അന്ന് മുതലാണ് ഈ കറുത്ത വേദപുസ്തകം എടുക്കുവാൻ തുടങ്ങിയത് എന്നും ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പക്ഷേ വേദപുസ്തകം എനിക്കൊന്നും അറിയത്തില്ല. 23-ാം സങ്കീർത്തനം പോലും അറിയാത്ത ഞാനെങ്ങനെ പ്രസംഗിക്കും? പക്ഷേ ദൈവം വീണ്ടും എന്നെ ചേർത്ത് പിടിച്ചു. വേദപുസ്തകത്തിന് പരിജ്ഞാനമില്ലാത്തത് കൊണ്ടും അല്പം ഞാൻ അകന്നു പോയി കാണുമെന്ന് ഞാൻ കരുതുകയാണ്. നാമധേയ ക്രിസ്ത്യാനിയായ പള്ളിയിൽ നിന്ന് മാത്രം തിരിച്ചു വരുന്ന എന്നെ ദൈവം വീണ്ടും കൈവിട്ടു എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ആ കൈവിടലും എനിക്ക് സഹിക്കുവാൻ വയ്യാത്ത ഒരു കൈവിടലായിരുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. അത് എൻ്റെ പ്രിയ ഭക്തി ഇവിടെ സൂചിപ്പിച്ചു. എൻ്റെ 2ാമത്തെ മകൾക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ മെനഞ്ചൈറ്റിസ് എന്ന രോഗം വന്ന് മാവേലിക്കര ജംസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോൾ ഡോക്ടർ അരുണ തോമസ് എന്നെ വിളിച്ചു പറഞ്ഞു. എൻ്റെ വൈഫിനോട് പറയാതെ എന്നോട് പറഞ്ഞു, മകൾ 12 മണിക്കകം മരിച്ചു പോകുമെന്ന്. ഭാര്യയോട് പറയരുത്. എവിടെങ്കിലും കൊണ്ടുപോയാൽ രക്ഷപ്പെടുമോ? ഇല്ല. ഇത് താങ്ങാനുള്ള ശക്തിയും എൻ്റെ ഭാര്യയെ ബലപ്പെടുത്തുവാനുള്ള ഒരു ബലവും പ്രാപിക്കുവാൻ വേണ്ടിയാണ് ഏകദേശം 10:30 മണിയായപ്പോൾ അരുണ തോമസ് അത് പറഞ്ഞത്. ചെറിയൊരു ഹോസ്പിറ്റലിൽ ഒരു മുറിയെടുക്കുവാനുള്ള സാമ്പത്തികം മാത്രമേ ഞങ്ങൾക്കന്നുണ്ടായിരുന്നുള്ളൂ. ആ മുറിയുടെ ടോയ്ലറ്റിൽ ഞാൻ മുട്ടുമടക്കി. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, എന്നെ വിളിക്കരുതെന്ന്. ഞാൻ നിലവിളിച്ചു. എൻ്റെ നിലവിളിയുടെ ശബ്ദം വീണ്ടും അവൻ കേട്ടു. എൻ്റെ കണ്ണുനീര് ആ ജംസ് ഹോസ്പിറ്റലിൻ്റെ ക്ലോസറ്റിലൂടെ ഒഴുകി. 56-ാം സങ്കീർത്തനം 8-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ, അത് നിന്റെ ജീവപുസ്തകത്തിൽ ഇല്ലയോ? ഇത്രമാത്രം കണ്ണുനീരെൻ്റെ കണ്ണിലുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോയ ദിനമായിരുന്നു. ആ കണ്ണുനീരിൻ്റെ നാഥൻ അവൻ്റെ തുരുത്തിയിലാക്കി വെച്ചു. ഞാനൊരു ശബ്ദം കേട്ടു, നീ നിന്റെ മകളെ ചെന്ന് വിളിക്കുക. പുറത്തുനിന്നാണ് കേട്ടത്. അതിൻ്റെ ഒന്ന് ആത്മീയ തലത്തിൽ നിങ്ങളോട് വാദിക്കുവാനൊന്നും ഞാൻ തയ്യാറല്ല. പക്ഷേ ഞാൻ എൻ്റെ മകളെ ചെന്ന് വിളിച്ചു. അവൾ കണ്ണു തുറന്നു. ഇന്ന് മധ്യകേരള ഡയോസിസിലെ അച്ഛനായ വെസ്ലി പിക്കൂരി അച്ഛൻ്റെ കൊച്ചമ്മയായി അവൾ ഇപ്പോൾ ബാംഗ്ലൂരിൽ പഠനത്തിലേർപ്പെട്ടിരിക്കുന്നു. അച്ഛനും പഠനത്തിലേർപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്റെ ജീവിതത്തിൽ ഒരു കൈവിടലിൻ്റെ ഒരു അനുഭവം ചിലപ്പോൾ നിനക്ക് വേണ്ടത് നിന്നെ ചേർത്ത് പിടിക്കുവാനാണ്, നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനാണ്. ഈ ഏകാന്തതയുടെ നടുവിൽ നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റാരും നിന്റെ കൂടെ ഇല്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുവാൻ ഒരു യേശുനാഥൻ നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. അതുകൊണ്ട് വേറിട്ട് പോയി ഒരു ഗെത്സമനയുടെ അനുഭവത്തിലൂടെ ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ നിന്നെ കൈവിട്ടു എന്ന് തോന്നിയതിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ദൈവം തമ്പുരാൻ ഇന്നും നിന്നോട് പറയും, മകളെ ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, നിന്റെ രോഗാവസ്ഥയെ ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, നീ അനുഭവിക്കുന്ന മാനസിക ശാരീരിക വ്യതയുടെ മധ്യത്തിൽ ഞാൻ നിന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല, ഞാൻ നിന്നെ ചേർത്തുകൊള്ളുമെന്ന് പറയുന്ന ഒരു വലിയവനായ ദൈവം കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ചോദിച്ചു. പക്ഷേ കർത്താവിന് ഒരിക്കലും പിതാവാം ദൈവം കൈവിട്ടില്ല. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൈവിടലിൻ്റെ ഒരു മനോഹാരിത,
ഇടയ്ക്കൊക്കെ കൈവിടണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ വിശ്വസിക്കുകയായിരുന്നു, എന്നെ ഒന്ന് കൈവിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആകത്തില്ലായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടോ. എൻ്റെ സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്. കൈവിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പുസ്തകം എൻ്റെ കരങ്ങളിൽ ദൈവം വെച്ചു തരികയില്ലായിരുന്നു. കൈവിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അനേക സ്ഥലങ്ങളിൽ ദൈവവചന ശുശ്രൂഷയുമായി എന്നെ ദൈവം ചേർത്ത് പിടിക്കില്ലായിരുന്നു. കൈവിട്ടത് കൊണ്ട് അവൻ്റെ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. അവനെന്നെ മാറോട് അണച്ച സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്പനേരം കൈവിടുന്നത് നീ മടങ്ങി വരുവാനും നിന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനാണ്. അവിടെ പിറുപിറുക്കുവാൻ വേണ്ടിയല്ല. പറഞ്ഞാലും തീരാത്ത അനേക ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല. CY തോമസ് അച്ഛനും ഉഷ കൊച്ചമ്മയ്ക്കും ഇങ്ങനെയുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ പറയാനുണ്ട് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അത് എനിക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ട്. പക്ഷെങ്കിൽ ദൈവം നിന്നെ ചേർത്ത് പിടിക്കും. നിൻ്റെ കവിളിലൊരു ഉമ്മ തന്ന് നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട്, മകളെ മകനെ, ഞാൻ അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. എന്നിട്ട് പറയുന്ന അടുത്ത വാക്യമുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. 54:7 ഏശയ്യാവ്. മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. അങ്ങനെ നമുക്ക് ഒരു ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. വെറും നാമധേയ ക്രിസ്ത്യാനികളായി ജീവിക്കരുതേ. ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയുവാൻ, പ്രസംഗിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, പറയുവാൻ ദൈവം നിന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് നീ കരുതുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടമെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നു. ഒരുപാട് സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൈവിടാത്ത കൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്നാൽ ചില കൈവിടലിൻ്റെ നൊമ്പരങ്ങളും വേദനകളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് താൽക്കാലികം മാത്രമാണ്. കാൽ നനയാതെ കടൽ കടന്നവരില്ല. എന്നാൽ കാൽ നനയാതെ കടൽ കടന്നവരുണ്ട്. എന്നാൽ കണ്ണ് നനയാതെ ജീവിതം കടന്നവരാരുമില്ല. നമ്മുടെ ജീവിതവും മരണവും ആരൊക്കെ അറിയും? എന്നാൽ നമ്മുടെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൊമ്പരങ്ങളും വേദനകളും അറിയുന്നവൻ നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു. നിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് പൊടിച്ചാൽ അത് എന്താണ് അതിൻ്റെ കാരണമെന്ന് നിൻ്റെ കൂടപ്പിറപ്പ് അറിയണമെന്നില്ല. പക്ഷേ അറിയുന്നവൻ നിനക്കായി ജീവിക്കുന്നു. അവന് വേണ്ടി നിൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാനും, കർത്താവേ നീ എന്നെ കൈവിട്ട നിമിഷങ്ങളിൽ ഞാനത് തിരിച്ചറിയാതെ പോയല്ലോ എന്നോർത്തുകൊണ്ട് യഥാസ്ഥാനപ്പെട്ടുകൊണ്ട് ക്രിസ്തുയേശുവിലേക്ക് മടങ്ങി വരുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ നിന്നും ഞാൻ വിരാമം കുറിക്കട്ടെ.